നിന്റെ ഒപ്പം കിടന്നിടന്ന് എനിക്കിപ്പം അടുത്തു തുടങ്ങി കീർത്തി. നിന്നെ ത്രില്ല് പോയ പിന്നെ കാര്യമില്ല. നമുക്ക് പിരിയാം, അതാണ് നല്ലത്. കിരണിന്റെ ആ വാക്കുകൾ കീർത്തിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണറായി. കാതുകളിൽ തുളഞ്ഞു കയറുകയായിരുന്നു ആ വാക്കുകൾ. ഏട്ടാ, ഇത് എന്ത് വൃത്തികേടാണീ പറയുന്നേ? അപ്പോ ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ടാണോ കഴിഞ്ഞ 2 ആഴ്ചയായി എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നത്? അത് ചോദിക്കുമ്പോൾ അവളുടെ മിഴികൾ തുളുമ്പുന്നുണ്ടായിരുന്നു. എന്നാൽ കിരണിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. എന്റെ കീർത്തി, ഉള്ളത് പറയാലോ, ഞാൻ പ്രേമിച്ചത് നിന്റെ ശരീരത്തെ തന്നെയാണ്. ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോണത്രയും ഭംഗിയുണ്ട് നിനക്ക്. നിന്നെ അനുഭവിക്കണം, അത്രമാത്രമേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. പ്രേമം നടിച്ചാണേലും ആ ആഗ്രഹം നടന്നു. ഒന്നല്ല, പലവട്ടം. അധികമായാൽ അമൃതം വിഷമാണെന്നല്ലേ ചൊല്ല്. എനിക്കിപ്പോൾ ഈ പറഞ്ഞ അമൃതാണ് നീ. മടുത്തു തുടങ്ങി. ഒരു ത്രില്ലില്ല ഇപ്പോൾ. പറഞ്ഞു നിർത്തുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ചെകിട്ടത്തൊരെണ്ണം കിട്ടി കിരണിന്. ഒന്ന് പിന്നിലേക്ക് വേച്ചു പോയ അവൻ കണ്ടത് നിറമിഴികൾ തുടച്ച് വിറങ്ങലിച്ചു നിൽക്കുന്ന കീർത്തിയെയാണ്. ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നു ഏട്ടാ നിങ്ങൾ. ആത്മാർത്ഥമായല്ലേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. അതുകൊണ്ടല്ലേ നിങ്ങൾ പറഞ്ഞിടത്തെല്ലാം വന്നതും പറഞ്ഞതെല്ലാം ചെയ്തതും. എന്നിട്ടിപ്പോ എന്നോടൊരു തരി സ്നേഹം പോലും ആ മനസ്സിലില്ലേ? എങ്ങനെ തോന്നുന്നു ഇതുപോലെയൊക്കെ പറയാൻ? പൊട്ടിക്കരഞ്ഞുകൊണ്ടാണവൾ അത് ചോദിച്ചത്. എന്റെ കൊച്ചെ, ഒന്ന് നിർത്ത്. നിനക്ക് കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ. ഇതൊക്കെ ഇപ്പോൾ ഈ നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസായി കാണ്. ഒരാൾ പോയാൽ മറ്റൊരാൾ, അങ്ങനെ കണ്ടാൽ മതി. പിന്നെ ഈ അടി, അത് ഞാൻ സ്വീകരിക്കുന്നു. നിന്നോട് കാട്ടിക്കൂട്ടിയ തോന്നിവാസത്തിന് പ്രതിഫലമായി. എനിക്കിപ്പോൾ ക്രഷ് മറ്റൊരാളോടാണ്. അവളുടെ പിന്നാലെയാണ് ഞാൻ. അതിനിടയ്ക്ക് നീ ഒരു ബാധ്യതയാകരുത് പ്ലീസ്. കൈകൂപ്പി തൊഴുതു കിരൺ. എന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ നടുങ്ങി നിന്നുപോയി കീർത്തി അപ്പോൾ. കാരണം അത്രമേൽ അവൾ കിരണിനെ സ്നേഹിച്ചിരുന്നു. ഏട്ടാ പ്ലീസ്, ഇങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് ഏട്ടനില്ലാതെ പറ്റില്ല. ജീവനേക്കാൾ സ്നേഹിച്ചു പോയി ഞാൻ. ഒന്ന് മനസ്സിലാക്കെന്നെ. തൊഴുകൈയോടെ കെഞ്ചി അവൾ. എന്നാൽ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് തന്റെ ബൈക്കിൽ കയറി അവിടെ നിന്നും പോയി കിരൺ. കരഞ്ഞുകൊണ്ട് നിസ്സഹായിയായി നോക്കി നിൽക്കുവാനേ കീർത്തിക്ക് കഴിഞ്ഞുള്ളൂ. പിന്നീട് പലവട്ടം അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കീർത്തി. എന്നാൽ പൂർണ്ണമായും അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി കിരൺ. മാത്രമല്ല, അധികം വൈകാതെ തന്നെ അവനെപ്പറ്റിയുള്ള വിവരങ്ങളില്ലാതെയായി. താൻ വഞ്ചിക്കപ്പെട്ടു എന്നവൾ ഒടുവിൽ വേദനയോടെ മനസ്സിലാക്കി. അവരൊക്കെ വീട് മാറിപ്പോയി. ആ ചെക്കനെന്തോ ഉടായ്പ കേസിലൊക്കെ ചെന്ന് പെട്ടെന്നോ മറ്റോ കേൾക്കുന്നുണ്ടായിരുന്നു. അന്വേഷിച്ച് ചെന്നപ്പോൾ അറിഞ്ഞതിതാണ്. അവൻ ചതിച്ചതാ നിന്നെ. അറിഞ്ഞിടത്തോളം ലോക ഫ്രോഡായിരുന്നു അവൻ. അവന്റെ ആവശ്യം നിന്റെ ശരീരമായിരുന്നു. അത് നീ കൊടുത്തല്ലോ ചോദിച്ചപ്പോഴൊക്കെ. മണ്ടിപ്പെണ്ണ്. ഇനിയിപ്പോ ഇരുന്ന് മൂങ്ങിയിട്ട് എന്താ കാര്യം? അവൻ എവിടെയാണെന്ന് പോലും ഇപ്പോൾ ആർക്കും അറിയില്ല. അവന്റെ കൂട്ടുകാരൻ പറയുന്നത് എന്തോ ഉടായ്പ കേസിൽപ്പെട്ട് ഒളിവിലാണെന്നാണ്. എന്തായാലും പറ്റിയ ആളെ തന്നെ നീ കേറി പ്രേമിച്ചത്. കൂട്ടുകാരിയുടെ കുത്തുവാക്കുകൾക്ക് മുന്നിലും മറുപടിയില്ലായിരുന്നു കീർത്തിക്ക്. വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വന്ന ആ പ്രപ്പോസൽ ഉറപ്പിച്ച മട്ടാണ്. എങ്ങനാ ഞാൻ ആ പാവത്തിന് ചതിക്കുക? അറിയില്ല. എന്ത് ചതി? നിന്നെ ഒരുത്തൻ ചതിച്ചതാണ്. ഇനി അത് ഓർക്കണ്ട. കഴിഞ്ഞതെല്ലാം വിട്ടിട്ട് വീട്ടുകാർ പറഞ്ഞ ആളെ സ്നേഹിക്കാൻ ശ്രമിക്ക്. ആളോടൊപ്പം സുഖമായി ജീവിച്ചു കാണിക്ക്. എന്നേലും നിന്നെ വഞ്ചിച്ച ആ നാറിയെ കണ്ടുമുട്ടിയാൽ അന്നവന് നഷ്ടബോധം തോന്നണം നിന്റെ സന്തോഷം കണ്ടിട്ട്. അങ്ങനെ ഒരു വാശി മനസ്സിൽ കൊണ്ടുവാ. കൂട്ടുകാരുടെ ആ വാക്കുകൾ ഹൃദയം കൊണ്ടാണ് കീർത്തി ശ്രവിച്ചത്. ദിവസങ്ങൾ വീണ്ടും പതിയെ കടന്നുപോയി. പതിയെ പതിയെ കഴിഞ്ഞ കാലത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ കീർത്തി മറന്നു തുടങ്ങി. വീട്ടുകാർ കൊണ്ടുവന്ന ആ പ്രപ്പോസൽ ഉറപ്പിച്ചു. തന്റെ ആദ്യ പ്രണയത്തെപ്പറ്റി തുറന്നു പറയുവാൻ മടിച്ചില്ല അവൾ. പക്ഷെ ഭാവി ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി പലതും മറക്കേണ്ടി വന്നു. നല്ലവനായ ആ ചെറുപ്പക്കാരൻ എല്ലാം പോസിറ്റീവായി തന്നെ കണ്ടു. എന്നോ കൈവിട്ട സന്തോഷവും സമാധാനവും കീർത്തിയുടെ ജീവിതത്തിൽ തിരികെ വന്നു. ഒടുവിൽ അവളുടെ വിവാഹദിനം. എല്ലാം മംഗളമായി തന്നെ നടന്നു. നിറകണ്ണുകളോടെ അവൾ യാത്ര പറഞ്ഞ് ഭർത്താവിനൊപ്പം കാറിലേക്ക് കയറുമ്പോൾ അകലെ അവൻ ഒക്കെയും നോക്കി മിഴിനീർ പൊടിച്ചു നിന്നു. കിരൺ. മുൻപ് ക്യാമ്പസിൽ കണ്ട സുമുഖനായ സുന്ദരനായ കിരൺ അല്ല. മറിച്ച് തലമുടികൾ കൊഴിഞ്ഞ് മുഖത്തും കൺപോളയിലും കരിവാളിപ്പ് പടർന്ന് മെലിഞ്ഞവശനായ കിരൺ. മോനെ, മതി കണ്ടത്, വാ പോവാം. അച്ഛൻ പിന്നിൽ നിന്നും ചുമലിൽ കൈവെക്കുമ്പോൾ മിഴിനീർ തുടച്ച് തിരിഞ്ഞു അവൻ. അച്ഛാ, ഞങ്ങൾ ഒരുമിച്ച് ആഗ്രഹിച്ചിരുന്നതാ ഈ ദിവസം. കീർത്തി എന്റേതാകുന്ന ദിവസം. സ്വപ്നമായിരുന്നു അത്. എന്നിട്ടോ ഇപ്പൊ ദേ അവൾ മറ്റൊരാളുടെ കൈ പിടിച്ചു പോകുന്നു. എൻ്റെ ഈ നശിച്ച ക്യാൻസർ എല്ലാം തകർത്തു. പൊട്ടിക്കരഞ്ഞ അവനെ ചേർത്ത് പിടിച്ചു അച്ഛൻ. വിഷമിക്കാതട മോനെ, വിധിയില്ല എന്ന് കരുതിയാൽ മതി. പക്ഷെ നീ ചെയ്തതാണ് ശരി. ഇപ്പോ അവളുടെ മനസ്സ് നിറയെ നിന്നോടുള്ള വെറുപ്പാകും.
പക്ഷെ പുതിയ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെയാണ് അവൾ നടന്നു കയറിയത്. അതുതന്നെയല്ലേ നീയും ആഗ്രഹിച്ചതും? അതെ അച്ഛാ, എൻ്റെ അസുഖം അറിഞ്ഞിരുന്നേൽ ഒപ്പം തന്നെ നിന്നേനെ അവൾ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നോട്. പക്ഷേ തുച്ഛമായ മാസങ്ങൾ മാത്രം ഡോക്ടർമാർ വിധിയെഴുതിയ എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചിട്ട് അവളെ ദ്രോഹിക്കാൻ എനിക്ക് കഴിയില്ല. ഇപ്പോൾ അവൾ സന്തോഷവതിയാണ്. എനിക്കത് മതി. കിരൺ എന്ന വ്യക്തി എന്നെ അറിയുന്ന എല്ലാവർക്കും ഇടയിലൊരു ഉത്തരമില്ലാത്ത ചോദ്യമായി ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. ആരും ഒന്നും അറിയണ്ട. എൻ്റെ വിഷമങ്ങൾ എൻ്റേത് മാത്രം. ഇനി നമുക്ക് പോകാച്ചാ. ഉള്ളു നുറുങ്ങുന്ന വേദനയിലും മുഖത്തൊരു പുഞ്ചിരി വിടർത്തി പതിയെ നടന്നു കിരൺ. ഇതൊന്നും അറിയാതെ അപ്പോഴുള്ളിൽ എവിടെയോ ശാപവാക്കുകളാൽ അവനെ മൂടുകയായിരുന്നു കീർത്തി. വിധി ചിലപ്പോൾ അങ്ങനെയാണ്. ചിലരുടെ ജീവിതത്തിൽ ഒരു വില്ലൻ വേഷമണിയും. ഒരു ദയയോ ദാക്ഷിണ്യവും ഇല്ലാത്ത വില്ലൻ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.